ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മളെ റിവിഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ് പരീക്ഷയ്ക്ക് മുമ്പ്. അപ്പൊ നമ്മൾ ഇന്ന് യൂണിവേഴ്സിറ്റി LGSനും നമ്മുടെ ദേവസ്വം ബോർഡ് അടക്കമുള്ള പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത് ഇങ്ങനെയാണ്: ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? അപ്പൊ മുൻപ് PYQ ആയി വന്ന ഒരു ചോദ്യമാണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? അത് ദേശീയ ജലപാത 2 ആണ്. ഏതാണ്? ദേശീയ ജലപാത 2. നമുക്ക് നോക്കാം. ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണ്. ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ് എന്ന് മനസ്സിലാക്കുക. അത് അലഹബാദിലെ പ്രയാഗ്രാജ് മുതൽ ഹാൽഡിയ വരെ നീണ്ടുകിടക്കുന്നു. അലഹബാദിലെ പ്രയാഗ്രാജ് മുതൽ ഹാൽഡിയ വരെ ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. 1620 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ദേശീയ ജലപാത 1 1620 കിലോമീറ്റർ നീളം. ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രയാഗ്രാജ് മുതൽ ഹാൽഡിയ വരെ എന്നും ചോദിക്കാം. അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ഇനി ദേശീയ ജലപാത 2 നമ്മളിപ്പോൾ പറഞ്ഞത് ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര നദിയിൽ ദേശീയ ജലപാത 2 സാദിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 പഴയ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരുന്നത് ദേശീയ ജലപാത 3മായി ബന്ധപ്പെട്ടാണ്. എവിടെയാണ്? കേരളത്തിലാണ് ദേശീയ ജലപാത 3 ഉള്ളത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ് ദേശീയ ജലപാത 3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ 205 കിലോമീറ്റർ ആണ്. 205 കിലോമീറ്റർ. ഇനി ദേശീയ ജലപാത 4 ഉണ്ട്. ഗോദാവരി കൃഷ്ണ നദികളിലായി കിടക്കുന്നതാണ് ദേശീയ ജലപാത 4 എന്ന് പറയുന്നത്. കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. കാക്കിനട മുതൽ പുതുച്ചേരി വരെ ഗോദാവരി കൃഷ്ണ നദികളിലായിട്ടാണ് ദേശീയ ജലപാത 4 കിടക്കുന്നത്. കാക്കിനട മുതൽ പുതുച്ചേരി വരെ എന്ന് മനസ്സിലാക്കുക. ദേശീയ ജലപാത 5 ചോദിച്ചാൽ അത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ച് കിടക്കുന്നു. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ച് കിടക്കുന്നതാണ് ദേശീയ ജലപാത 5. ഒന്ന് ബ്രാഹ്മണി നദി മുതൽ മഹാനദി ഡെൽറ്റ നദി വരെയാണ് ഇത് കിടക്കുന്നത്. ബ്രാഹ്മണി നദി മുതൽ മഹാനദി ഡെൽറ്റ വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. 623 കിലോമീറ്ററിലായിട്ടാണ്. അപ്പോൾ വളരെ വ്യക്തമായി ദേശീയ ജലപാത പഠിച്ചു വെക്കുക. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ദേശീയ ജലപാത. അപ്പൊ ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5. അപ്പൊ 1 ഗംഗാ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. 2 ബ്രഹ്മപുത്ര നദി സാദിയ മുതൽ ധൂബ്രി വരെ. 3 നമ്മുടെ കേരളത്തിലാണ് പശ്ചിമ തീര കനാലിൽ. എവിടെ മുതൽ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. 4 കാക്കിനട മുതൽ പുതുച്ചേരി വരെ. 5 നമ്മുടെ ബ്രാഹ്മണി നദി മുതൽ മഹാനദി ഡെൽറ്റ വരെ. ഇങ്ങനെയാണ് 5 ദേശീയ ജലപാത. പ്രധാനപ്പെട്ടത് പഠിച്ചു വെക്കുക. അടുത്തത് മറ്റൊരു ചോദ്യമാണ്: മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളുണ്ട് ഭരണഘടനയിൽ. ഭരണഘടന നിലവിൽ എത്ര മൗലിക കടമകൾ? അന്ന് 10 മൗലിക കടമകളാണ്. പിന്നീട് 42ാം ഭരണഘടനയുടെ ഭാഗമായി മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ആകെ നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. അപ്പൊ വിദ്യാഭ്യാസവും കൂടി വന്നപ്പോഴാണ് 11 ആയത്. ഈ ഒരു സമയത്ത് 10 മൗലിക കടമകളാണ്. നമ്മുടെ 76ലെ 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത്, അതായത് മൗലിക കടമകൾ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും. ഈ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് 46ാം ഭരണഘടനാ ഭേദഗതിയുടെ സമയത്ത്. ആ സമയത്ത് രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അതുപോലെ തന്നെ മൗലിക കടമകൾ ഏത് കേസ് മൂലമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് കേശവാനന്ദ ഭാരതി കേസിന്റെ ആ ഒരു സമയമാണ്. കേശവാനന്ദ ഭാരതി കേസ് മൂലമാണ് മൗലിക കടമകൾ നിലവിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം: മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A ആണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A. അതേപോലെ തന്നെയാണ് വളരെ പ്രാധാന്യമുള്ളത് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം. അത് 4A.
മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. 51A ആർട്ടിക്കിൾ ഭാഗം 4A. മറ്റൊന്ന്, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976. 1976 42ാം ഭരണഘടനാ ഭേദഗതിയോടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 1976 ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3-നാണ്. 1977 ജനുവരി 3-നാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ റഷ്യ, USSRൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. USSR ഇമ്പോർട്ടന്റ് ആയി വരാൻ സാധ്യതയുള്ള അടുത്തൊരു ചോദ്യമാണ്. മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്ന രാജ്യം അത് USSR ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ഭാഗത്ത് ആ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക, ചോദിക്കും. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പള്ളിവാസലാണ്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും വലുത് ഇടുക്കി, എന്നാൽ ഏറ്റവും ആദ്യം വന്നത് പള്ളിവാസൽ. അത് ഇടുക്കി ജില്ലയിൽ തന്നെ 1940-ലാണ്. ഏത് നദിയിലാണ് ചോദിച്ചാൽ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മുതിരമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നത്. ചെങ്കുളം പദ്ധതിയും മുതിരമ്പുഴയിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഇടുക്കി ജില്ലയിൽ 1940 വന്നു. മുതിരമ്പുഴയിൽ. ചെങ്കുളം പദ്ധതിയും മുതിരമ്പുഴയിലാണ്. കണ്ണൻ ദേവൻ കമ്പനി കൊണ്ടുവന്ന ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് പള്ളിവാസലാണ്. കണ്ണൻ ദേവൻ കമ്പനി അവരുടെ ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇനി അടുത്ത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി. 780 മെഗാവാട്ട് ഓർത്തു വെക്കുക, സ്ഥാപിത ശേഷിയാണ്. എന്നാൽ ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി എത്രയാണ്? 2403 അടിയാണ്. ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി 2403 അടി. ഇനി ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആർച്ച് ഡാം ഏതാണ്? അത് ഇടുക്കിയാണ്. ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആർച്ച് ഡാം ചോദിച്ചാൽ ഇടുക്കിയാണ് എന്ന് വ്യക്തമായി പഠിച്ചു വെക്കുക. ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് മനസ്സിലാക്കുക. ആരാണ്? ഇന്ദിരാഗാന്ധി. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മൂലമറ്റത്താണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റമാണ് എന്ന് മനസ്സിലാക്കുക. എവിടെയാണ്? മൂലമറ്റത്താണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ശബരിഗിരിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. ഏത് ജില്ലയിൽ? പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏത് നദിയിൽ? പമ്പാ നദിയിൽ. ശബരിഗിരി പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്നു, പത്തനംതിട്ട ജില്ലയിൽ. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. അടുത്തത്, ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്, തൃശൂർ ജില്ലയിൽ. ചാലക്കുടി പുഴ തൃശൂർ ജില്ലയിലാണ്. ഷോളയാർ ഡാം തൃശൂർ ജില്ലയിലാണ്. എവിടെ? ഏത് നദിയിൽ? ചാലക്കുടി പുഴയിൽ. ഓക്കെ. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കി. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി പെരിയാർ നദി. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി പെരിയാർ നദി. ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. ഇനി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. 1972 കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ചൈനയുടെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിച്ച ജലവൈദ്യുത പദ്ധതി അത് ഉറുമി ജലവൈദ്യുത പദ്ധതിയാണ്. ചൈനയുടെ സഹായത്തോടെ കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിച്ച ജലവൈദ്യുത പദ്ധതി ഉറുമി ജലവൈദ്യുത പദ്ധതിയാണ്. ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് മണിയാറാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അത് മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും തന്നെ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിച്ചു പോവുക. അടുത്ത ചോദ്യം, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ പെടാത്തത് ഏതാണ്? തട്ടേക്കാട് തന്നിട്ടുണ്ട്, ചൂലന്നൂർ തന്നിട്ടുണ്ട്, മംഗളവനം തന്നിട്ടുണ്ട്, ചിന്നാർ തന്നിട്ടുണ്ട്. ഏതാണ് പക്ഷി സങ്കേതങ്ങളിൽ പെടാത്തതെന്നാണ്? അത് ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതമാണ്, അതൊരു പക്ഷി സങ്കേതമല്ല എന്ന വസ്തുത മനസ്സിലാക്കുക. തട്ടേക്കാടും ചൂലന്നൂറും മംഗളവനവും
പക്ഷി സങ്കേതമാണ്. ചിന്നാർ പക്ഷി സങ്കേതമല്ല. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അതായത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. 1983 തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വരുന്നത്. 83. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? അത് ചൂലന്നൂരാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ ആണ് എന്ന്. ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം. 2009 ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ പക്ഷി സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഏത് ജില്ലയിൽ? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂരിൽ 2009 നിലവിൽ വന്നു. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പാലക്കാട് ജില്ല. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാലും ഉത്തരം ചൂലന്നൂരാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂരാണ്. അതുപോലെ തന്നെ KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സാങ്ച്വറി എന്നറിയപ്പെടുന്നതും ചൂലന്നൂരാണ്. KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സാങ്ച്വറി എന്നറിയപ്പെടുന്നതും ചൂലന്നൂരാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? അത് മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതമാണ്. പഠിച്ചു തന്നെ പോവുക. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതവും മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് മംഗളവനം അറിയപ്പെടുന്നത്. അപ്പൊ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. ഹൈക്കോടതിയുടെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചോദിച്ചാലും അത് മംഗളവനമാണ്. ഹൈക്കോടതിയുടെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം അതും മംഗളവനമാണ്. 2004 മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വരുന്നത്. 2004 മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം ചോദിച്ചാലും മംഗളവനമാണ്. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം അത് മംഗളവനം പക്ഷി സങ്കേതമാണ്. അടുത്തത് ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതമാണ് ചാമ്പൽ മലയണ്ണാൻ അതുപോലെ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. എവിടെയാണ്? ചിന്നാർ. ഓക്കെ, വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി അത് പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പാമ്പാറാണ്. ഓക്കെ, മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നതും ചിന്നാറാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ചിന്നാർ ഓപ്ഷനിൽ തന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതാണ്. അടുത്തത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ബേക്കർ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അത് കുമരകം പക്ഷി സങ്കേതമാണ്. ബേക്കർ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ് എന്ന് മനസ്സിലാക്കുക. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നു. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും കുമരകം പക്ഷി സങ്കേതമാണ്. വേമ്പനാട് കായലിന്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് പക്ഷിപാതാളമാണ്. ബ്രഹ്മഗിരി മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പക്ഷിപാതാളമാണ്. ഏതാണ്? പക്ഷിപാതാളം. അരിപ്പാൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അരിപ്പാൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർക്കുക. അതുപോലെ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അത് കണ്ണൂർ ജില്ലയിലാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 2012 മുണ്ടേരിക്കടവിനെ പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചത്. കണ്ണൂർ ജില്ലയിലെ മുണ്ടേരിക്കടവിനെ പക്ഷി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് 2012. അപ്പൊ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അത് അഞ്ജു ബോബി ജോർജ് ആണ്. ആരാണ്? അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും അഞ്ജു ബോബി ജോർജ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാലും അഞ്ജു ബോബി ജോർജ്. അപ്പൊ 2 പോയിന്റ് ഓർത്ത് വെക്കുക. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ്. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക് 2021 വുമൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുത്തതും അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക് 2021 വുമൺ ഓഫ് ദ ഇയർ അഞ്ജു ബോബി ജോർജ്. ഇനി ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത അത് PT ഉഷയാണ്. ഒളിമ്പിക്സിന്റെ അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷ. ഗോൾഡൻ ഗേൾ എന്നും പയ്യോളി എക്സ്പ്രസ് എന്നും അറിയപ്പെടുന്നത് PT ഉഷയാണ്. ഗോൾഡൻ ഗേൾ എന്നും പയ്യോളി എക്സ്പ്രസ് എന്നും അറിയപ്പെടുന്നത് PT ഉഷയാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊയിലാണ്ടിയിലാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്.
ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ താരം PT ഉഷ. ഇനി ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത അത് ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സിന്റെ അത്ലറ്റിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ. ഇനി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത അതും ഷൈനി വിൽസൺ ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ഷൈനി വിൽസൺ. അടുത്തത് കായിക കേരളത്തിന്റെ പിതാവ് ആരാണ്? GV രാജ. ഗോദവർമ്മ രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കായിക കേരളത്തിന്റെ പിതാവ് GV രാജ. കേരള കായിക ദിനം എപ്പോഴാണ്? ഒക്ടോബർ 13. GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനം എന്ന് പറയുന്നത്. കേരള കായിക ദിനം ഒക്ടോബർ 13. അടുത്തത് ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? അത് TC യോഹന്നാൻ ആണ്. ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി TC യോഹന്നാൻ. അതുപോലെ ഒളിമ്പിക്സ് നീന്തലിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ ആണ് എന്ന് മനസ്സിലാക്കുക. ആരാണ്? സെബാസ്റ്റ്യൻ സേവ്യർ. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് നിലവിൽ വന്നത് തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് എവിടെ നിലവിൽ വന്നു? തലശ്ശേരിയിൽ. തലശ്ശേരിയിലാണ് ക്രിക്കറ്റ്. ആ 3 സീകളുടെ നാടെന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. ഏതാണ്? ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, ഇങ്ങനെ 3 സീകളുടെ നാടെന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. ആ തലശ്ശേരിയിലാണ് ക്രിക്കറ്റ് ക്ലബ് ആദ്യമായി നിലവിൽ വന്നത്. കാലഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ, കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന IM വിജയൻ തന്നെയാണ്. കാലഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ചോദിച്ചാൽ നമ്മുടെ IM വിജയൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത് സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളാണ് GV രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ GV രാജ സ്പോർട്സ് സ്കൂൾ ആണ് എന്ന് മനസ്സിലാക്കുക. കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് 1956 കേരള സ്പോർട്സ് കൗൺസിൽ 1956 നിലവിൽ വന്നു. നിലവിലെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? U ഷറഫ് അലി ആണ്. ആരാണ്? U ഷറഫ് അലി. നിലവിലെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് U ഷറഫ് അലി. ഇതിനു മുമ്പ് മേഴ്സിക്കുട്ടനായിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് എന്നാൽ ആദ്യ പ്രസിഡന്റ് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് GV രാജയായിരുന്നു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് GV രാജ. അടുത്തത് കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കായിക നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. കായിക നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. അതുപോലെ സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. സ്പോർട്സ് കമ്മീഷനെ കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കി, കായിക നിയമം നിലവിൽ വന്നു, സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നിവയെല്ലാം കേരളമാണ്. അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ് എന്ന് മനസ്സിലാക്കുക. നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രി ആരാണ്? V അബ്ദുറഹിമാൻ ആണ്. നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ആണ്. ആരാണ്? V അബ്ദുറഹിമാൻ. അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷയാവുന്ന ആദ്യ മലയാളി ആരാണ്? അത് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അധ്യക്ഷയാവുന്ന ആദ്യ മലയാളി PT ഉഷ. ഓക്കെ. IOC-യുടെ അധ്യക്ഷയാവുന്ന ആദ്യ മലയാളിയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? അത് CK ലക്ഷ്മൺ ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. എന്നാൽ ആദ്യ മലയാളി വനിത ആരാണ്? അത് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസിന് യോഗ്യത നേടിയ ആദ്യ മലയാളി അത്ലറ്റ് അത് PT ഉഷയാണ്. ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസിന് യോഗ്യത നേടിയ ആദ്യ മലയാളി അത്ലറ്റ് അത് PT ഉഷ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. PT ഉഷ. ഇനി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളി കായിക താരമാരാണ്? PT ഉഷ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളി കായിക താരം PT ഉഷ. അതുപോലെ തന്നെ രാജ്യസഭ അധ്യക്ഷയുടെ ആ ഒരു ചെയറിൽ ഇരുന്ന ആദ്യ മലയാളിയും PT ഉഷയാണ്. വനിതയും PT ഉഷയാണ്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി അത് ഷൈനി വിൽസൺ ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? അത് മാനുവൽ ഫ്രെഡറിക് ആണ്. ഹോക്കിയിൽ മാനുവൽ ഫ്രെഡറിക് ആണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ് ആണ്. രണ്ടാമത്തത് PR ശ്രീജേഷ് ആണ്. അതും ഹോക്കിയിൽ തന്നെ. അടുത്തത് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 20 കിലോമീറ്റർ നടത്ത മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മലയാളി ആരാണ്? അത് KT ഇർഫാൻ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 20 കിലോമീറ്റർ നടത്ത മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മലയാളിയാണ് KT ഇർഫാൻ.
അടുത്തത് ഒളിമ്പിക്സ് ബോക്സിംഗ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് PK മുരളീധരനാണ്. ഒളിമ്പിക്സിന്റെ ബോക്സിംഗ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ PK മുരളീധരൻ. ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? അത് സുരേഷ് ബാബു ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി സുരേഷ് ബാബു ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷ ലോങ് ജംപ് താരം M ശ്രീശങ്കർ ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷ ലോങ് ജംപ് താരമാണ് M ശ്രീശങ്കർ. അതുപോലെ തന്നെ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി അബ്ദുള്ള അബൂബക്കർ ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. 2023 ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. 2023 ദേശീയ ഗെയിംസിന്റെ വേദി ഗോവ. പ്രഥമ കേരള ഗെയിംസ് നടന്നത് എപ്പോഴാണ്? 2022 പ്രഥമ കേരള ഗെയിംസ് നടന്ന വർഷം 2022. പ്രഥമ കേരള ഗെയിംസിലെ ചാമ്പ്യന്മാർ തിരുവനന്തപുരമാണ്. പ്രഥമ കേരള ഗെയിംസിലെ ചാമ്പ്യന്മാർ തിരുവനന്തപുരമായിരുന്നു എന്ന് മനസ്സിലാക്കുക. രണ്ടാം കേരള ഗെയിംസിന്റെ വേദി ഏതാണ്? അത് തൃശ്ശൂരാണ്. 2024-25 വർഷങ്ങളിലായി നടക്കുന്ന രണ്ടാം കേരള ഗെയിംസിന്റെ വേദി തൃശ്ശൂരാണ്. ഇനി കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 7 തവണ. 7 തവണ കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട്. 1973, 92, 1993, 2001, 2004, 2017, 2022 എന്നിങ്ങനെ വർഷങ്ങളിൽ കേരളം 7 തവണ സന്തോഷ് ട്രോഫി നേടിയിട്ടുണ്ട്. 73, 92, 93, 2001, 2004, 2017, 2022. സന്തോഷ് ട്രോഫി നേടിയ ആദ്യ കേരള ടീമിന്റെ ക്യാപ്റ്റൻ TK മണിയാണ്. സന്തോഷ് ട്രോഫി നേടിയ ആദ്യത്തെ കേരള ടീമിന്റെ ക്യാപ്റ്റൻ TK മണി. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? അത് GV രാജ പുരസ്കാരമാണ്. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ചോദിച്ചാൽ അത് GV രാജ പുരസ്കാരമാണ്. പുരസ്കാര തുക എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. പുരസ്കാര തുക 3 ലക്ഷം രൂപ. അപ്പൊ കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരം എത്രയാണ്? 3 ലക്ഷം രൂപ. അടുത്തത് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കായിക താരമാരാണ്? അത് KM ബീനാമോൾ ആണ്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി താരം അത് KM ബീനാമോൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി താരം അഞ്ജു ബോബി ജോർജ്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി താരം അഞ്ജു ബോബി ജോർജ്. 2021 ഖേൽ രത്ന പുരസ്കാരം നേടിയത് PR ശ്രീജേഷ് ആണ്. 2021 ഖേൽ രത്ന പുരസ്കാരം നേടിയത് PR ശ്രീജേഷ്. ഇനി 2021 ദേശീയ കായിക പുരസ്കാരത്തിൽ ആജീവനാന്ത കായിക മികവിനുള്ള ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച മലയാളി വനിത അത് KC ലേഖയാണ്. 2021 ദേശീയ കായിക പുരസ്കാരത്തിൽ ആജീവനാന്ത കായിക മികവിനുള്ള ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച മലയാളി KC ലേഖ. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി OM നമ്പ്യാർ. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. എന്നാൽ 2023 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി E ഭാസ്കരനാണ്. കബഡി പരിശീലകനായ E ഭാസ്കരനാണ് 2023 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്. എന്നാൽ 2021 മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം 2 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് TP ഔസേപ്പും മറ്റൊന്ന് രാധാകൃഷ്ണൻ നായരും. രണ്ടുപേരും അത്ലറ്റിക്സ് വിഭാഗത്തിൽക്കാരാണ്. TP ഔസേപ്പും രാധാകൃഷ്ണൻ നായരും മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം 2021 നേടിയെന്ന് മനസ്സിലാക്കുക. ഇനി അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അത് C ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി C ബാലകൃഷ്ണൻ പർവ്വതാരോഹണമാണ് എന്ന് മനസ്സിലാക്കുക. C ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത KC ഏലമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത KC ഏലമ്മയാണ്. അതുപോലെ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് TC യോഹന്നാൻ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റ് TC യോഹന്നാൻ. 2023 അർജുന അവാർഡ് നേടിയ മലയാളിയാണ് M ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് നേടിയ മലയാളി M ശ്രീശങ്കർ ആണ്. അതുപോലെ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ചോദിച്ചാൽ IM വിജയനാണ്. IM വിജയൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗത്തു നിന്ന് തന്നെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യത കൽപ്പിക്കുന്ന ഒന്നാണ്. 100% ചോദ്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. പിന്നെ കമന്റുകൾ രേഖപ്പെടുത്താം നിങ്ങൾക്ക്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഉപകാരപ്പെടുമെങ്കിൽ അവർ കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്